ഒരു ഭീകര ശബ്ദം. എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും അറിയാതെ നടുക്കത്തിലായിരുന്നു മുണ്ടക്കൈയിൽ സർവീസ് നടത്തിയ KSRTC ബസ് ജീവനക്കാർ. പാലം തകർന്നതോടെ ബസ് ചൂരൽമലയിൽ കുടുങ്ങി. ആ അനുഭവം പങ്കുവയ്ക്കുകയാണ് ബസ് ഡ്രൈവറായ സജിത്ത്. ചൂരൽമലയിലെ ആദ്യ ഉരുൾപൊട്ടൽ സമയത്ത് അന്ന് ആ റൂട്ടിൽ മുണ്ടക്കൈ സർവീസ് നടത്തിയ KSRTC ബസ്സിലെ ഡ്രൈവർ സജിത്ത് നമ്മോട് ഒപ്പം ചേരുന്നുണ്ട്. എന്തായിരുന്നു ആ ഒരു സമയത്തെ ആ ശബ്ദം കേട്ടത്? എങ്ങനെയായിരുന്നു ആ ഒരു അത് ഞങ്ങള് ഒന്ന് മയങ്ങിപ്പോയായിരുന്നു. അപ്പോൾ ഒരു മണി സമയത്ത് വല്ലാത്ത ബഹളം കേട്ട് എഴുന്നേറ്റ് നോക്കുമ്പോൾ കുറെ ആൾക്കാർ ഞങ്ങളെ റൂമിന്റെ പുറത്തുണ്ട്. പിന്നെ ചുറ്റും മൊത്തം ഇരുട്ടതായിരുന്നു. കറണ്ടൊക്കെ ഒരു 9:45 തന്നെ കറണ്ടൊക്കെ പോയിരുന്നു. പിന്നെ കറണ്ട് വന്നില്ല. പിന്നെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റിയ സാഹചര്യം അല്ലായിരുന്നു. ഞാൻ ഒന്ന് ബാത്റൂം പോകാൻ വെച്ചിട്ട് പുറകിലെ വാതിൽ തുറന്ന് നോക്കുമ്പോൾ തന്നെ ഫുൾ ചെളി. അതിന്റെ ബാത്റൂമിലടക്കം ചെളി അടിച്ചു കയറി കിടക്കുന്നുണ്ട്. ചൂരൽമല ഭാഗത്താണ് ഉണ്ടായിരുന്നത് താമസം? ഞങ്ങൾ താമസം ചൂരൽമലയാണ്. ആദ്യം മുണ്ടക്കൈ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്ത് തന്നെയായിരുന്നെങ്കിൽ ഞങ്ങളും ബസ്സൊന്നും ഉണ്ടാവില്ല. ആ അവസ്ഥയാണ് അവിടെ. പിറ്റേ ദിവസം രാവിലെ ഞങ്ങള് നേരം വെളുത്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എണ്ണിച്ച് മുണ്ടക്കൈ വരെ നടന്നു നോക്കി. അവിടുത്തെ ഒരു ഭീകരത കണ്ടപ്പോൾ ശരിക്കും ഞങ്ങളൊന്നും ബാക്കി ഉണ്ടാവരുത് എന്നുള്ള ഒരു അവസ്ഥയിലേക്കാണ്. നേരം വെളുത്തപ്പോൾ 1-2 ആൾക്കാർ പറഞ്ഞു അവിടെ 4 ബോഡി അടിഞ്ഞിട്ടുണ്ട്. ഈ എസ്റ്റേറ്റ് റൈറ്ററും ഭാര്യയും പിന്നെ 2 ബംഗാളികളുടെ ബോഡി അവിടെ നിന്ന് കിട്ടിയെന്നൊക്കെ പറഞ്ഞു. അപ്പം ഞങ്ങൾ അങ്ങോട്ടൊന്ന് പോയി നോക്കി. അവിടെ ഒക്കെ മൊത്തം ചെളി കയറി കിടക്കുക. 2 ഭാഗം ചെളിയും മരങ്ങളും. പിന്നെ രാവിലെയാണ് ഇതിന്റെ ഭീകരത ശരിക്കും മനസ്സിലാവുന്നത്. നേരം വെളുത്തിട്ട് ഞങ്ങൾ മുകളിലേക്ക് പോയി. അന്നേരം നോക്കുമ്പോഴാണ് അവിടെ ഒരു ആള് കുറെ മുണ്ടക്കൈ സ്കൂളിന്റെ കുറച്ച് താഴെയായിട്ട് ഒരാള് ചെളിയിൽ അരയിൽ താണ് ഇങ്ങനെ കിടക്കുന്നുണ്ട്. അര താണല്ല, മൂപ്പര് താണിട്ടില്ല, പക്ഷെ ഒരാകെ അവശനാണ്. നമുക്ക് കയറി വരാൻ പറ്റാത്തൊരവസ്ഥയിൽ അങ്ങോട്ട് ഇറങ്ങിപ്പോകാനും ആർക്കും പറ്റൂല. ആ ഒരു സ്ഥിതിയില്ല. പിന്നെ ഇവര് ആരോ ആർമിയൊക്കെ വന്നിട്ട് പുറത്തെടുത്തുന്നാണ് പറഞ്ഞട്ടെ. ഞങ്ങൾ പിന്നെ ഒരുപാട് നേരം അങ്ങോട്ട് പോയില്ല. ഒന്നാമത് തണുപ്പുമാണ്. ആ ഒരു കാലാവസ്ഥ അങ്ങനെയായിരുന്നു. മഴയും ഒരു 2 ദിവസം മുന്നേക്കെ പറഞ്ഞാൽ പെരും മഴയാണ്. ഏറ്റവും കൂടുതൽ മഴ പെയ്ത ഏരിയയാണ് ഇവിടെയൊക്കെ. ആ മഴ കണ്ടപ്പോഴേ തോന്നിയിട്ടുണ്ട് എന്തെങ്കിലും ആപത്തോടെ ഉണ്ടാവുന്നല്ലേ. പിന്നെ അതിന് 2 ദിവസം മുന്നേ അതിന്റെ തലേദിവസം ചെറുതായിട്ടൊന്ന് പൊട്ടിന്ന് പറയുന്ന കേട്ടിരുന്നു. നമ്മൾ ഇത്രയും ഭീകരത ആരും ചിന്തിക്കില്ല. അതുകൊണ്ടാണ് രാവിലെ പോയി കണ്ടു കഴിഞ്ഞപ്പോഴാണ് അതിന്റെ അവസ്ഥ വല്ലാത്തൊരവസ്ഥ തന്നെയാണ്. കാണാൻ പറ്റില്ല. ഞങ്ങൾ ചായ കുടിക്കുന്ന കടയില്ല, ഒന്നുമില്ല. പള്ളീന്റെ അകത്തൊക്കെ ചെളി കയറി. പള്ളീന്റെ മുറ്റം വരെ ഞാൻ കയറി നോക്കി. പള്ളീന്റെ അങ്ങോട്ട് കയറാൻ പറ്റുന്നില്ല. പിന്നെ ചെളി അങ്ങോട്ട് താണു പോകും. അവിടെ എന്താ സംഭവിച്ചത്, എന്തെങ്കിലും ബാക്കിയുണ്ടോന്ന് അറിയാൻ വേണ്ടി പോയി നോക്കിയതാ ഞങ്ങൾ. നോക്കുമ്പോൾ ഒന്നുമില്ല. കുറെ പാറക്കല്ലും മരങ്ങളും ഇതൊക്കെയുള്ളൂ.